വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ തുല്യമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഈ യൂട്യൂബ് ചാനലിലൂടെ, ഫേസ്ബുക്കിലൂടെ, TV ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ പരിശുദ്ധാത്മാവിൽ വചനം പറയുന്നുവോ, എവിടെ അഭിഷേകത്തിൽ വചനം പറയുന്നുവോ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കടന്നു വരും, അഭിഷേകത്തിൻ്റെ സാന്നിധ്യം കടന്നു വരും. വിശ്വാസത്തോടെ കൂടിയാണ് ഓരോരുത്തരും വചനം കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കടന്നു വരും. വിശ്വസിക്കുന്നവരുടെ മേൽ അഭിഷേകം പ്രവേശിക്കും. ഏത് വിഷയവുമായിട്ടാണോ നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്, ഏത് പ്രശ്നത്തിലാണോ നിങ്ങൾ ആയിരിക്കുന്നത്, ആ വിഷയത്തിൻ്റെ മേൽ നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പത്രോസ് വചനം പ്രസംഗിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നതുപോലെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുപോലെ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. എവിടെ ഒരു ദൈവ പൈതൽ വചനം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുമോ അവിടെ യേശുവിൻ്റെ സാന്നിധ്യം ഇറങ്ങി ചലിക്കുവാനായി തുടങ്ങും. എവിടെ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ പ്രസംഗിക്കുന്ന വചനം ശ്രദ്ധയോടെ കേൾക്കുമോ അവിടെ യേശുവിൻ്റെ സാന്നിധ്യം ആ വ്യക്തിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും. നിങ്ങൾ ഏത് വിഷയമായിട്ടാണോ ഇപ്പോൾ ഇവിടെ ഈ വചനത്തിന്റെ മുൻപിൽ ഇരിക്കുന്നത്, നിങ്ങൾ ആ വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ കരം നിങ്ങളെ തൊടുന്നതായി നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയും. ഇന്നലകളിൽ ഒരു പക്ഷേ നിങ്ങൾ വളരെ ഭാരപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇന്നലകളിൽ ചില മാറാ രോഗത്താൽ നിങ്ങൾ ഭാരപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇന്നലകളിൽ ചിലപ്പോൾ കടബാധ്യതയാൽ നിങ്ങൾ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇന്നലകളിൽ ആകുല ചിന്തകളാൽ നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇന്നലകളിൽ ആത്മഹത്യ ചിന്തയാൽ നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് ഒരു സന്തോഷ വാർത്ത എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. നിങ്ങൾ ഏത് വിഷയത്തിനകത്തായിരുന്നാലും, നിങ്ങൾ ഏത് വിഷയത്തിന്റെ ഉള്ളിലായിരുന്നാലും, നിങ്ങളെ ആ വിഷയത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ, നിങ്ങളായിരിക്കുന്ന വിഷയത്തിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാൻ, നിങ്ങളായിരിക്കുന്ന വിഷയത്തിൽ നിന്ന് നിങ്ങളെ സഹായിപ്പാൻ മനസ്സുള്ള ഒരാൾ ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേരെത്രേ? നസ്രയനായ യേശു. നസ്രയനായ യേശു ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നത്തിന് മേൽ അവന്റെ സാന്നിധ്യം കടന്നു വരും. നമ്മളായിരിക്കുന്ന വിഷയത്തിന് മേൽ അവന്റെ അഭിഷേകം കടന്നു വരും. യേശുവിന്റെ സാന്നിധ്യം എവിടെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെ വിടുതൽ ഉണ്ടായിട്ടുണ്ട്. യേശുവിന്റെ സാന്നിധ്യം എവിടെ കടന്നു വന്നിട്ടുണ്ടോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. എവിടെ യേശുവിന്റെ സാന്നിധ്യം കടന്നു വന്നിട്ടുണ്ടോ അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടിട്ടുണ്ട്. എവിടെ യേശുവിന്റെ സാന്നിധ്യം കടന്നു വന്നിട്ടുണ്ടോ അവിടെ വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. തിരുവഴുത്തിൽ അനേക ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരിക്കൽ യേശു ക്രിസ്തു യായിറോസിന്റെ ഭവനത്തിലേക്ക് ചെന്നിട്ട്, യായിറോസിന്റെ മകൾ മരിച്ചു കിടക്കുകയാണ്. ആ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ട് യേശു അവളെ നോക്കിയിട്ട് താലിത കൂമി എന്ന് പറയുമ്പോൾ മരിച്ചു കിടന്നതായ യായിറോസിന്റെ മകൾ ജീവനുള്ളവളായി ചാടി എഴുന്നേൽക്കുന്നതായി കാണുവാൻ കഴിയും. യേശു അവളെ മരണത്തിൽ നിന്നും പുറത്തെടുത്തതായിട്ട് കാണുവാൻ കഴിയും. മരണത്തിൽ നിന്നും പുറത്തെടുക്കുവാൻ ഈ ലോകത്ത് കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. മരണത്തെ ജയിച്ച് മൂന്നാം ദിവസം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തുവിന് മാത്രമേ മരിച്ചവരെ ഉയർപ്പിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്ന യേശു ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിക്കുന്ന വ്യക്തിയാണ്. ഒരിക്കൽ നൈൻ എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരു വിധവയുടെ മകൻ മരിച്ചു പോകാൻ ഇടയായി തീർന്നു. ആ മകൻ മരിച്ചതിന് ശേഷം അവരുടെ ബന്ധുക്കൾ എല്ലാവരും കൂടി അവനെ അടക്കുവാൻ വേണ്ടി അവനായിരുന്ന നൈൻ പട്ടണത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതാ കർത്താവ് യേശു ക്രിസ്തു അവർക്ക് അഭിമുഖമായി കടന്നു ചെല്ലുകയാണ്. തലേ ദിവസം രാത്രി ഏകനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം നൈനിലെ വിധവയുടെ മകൻ മരിച്ചു കിടക്കുന്നതായി കാണിച്ചു കൊടുത്തു. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി യേശുവിനോട് സംസാരിച്ചു. ഞാൻ നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കാൻ പോവുകയാണ്. ആ നിയോഗത്താൽ യേശു, പരിശുദ്ധാത്മ നിയോഗത്താൽ യേശു ആ നൈൻ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവർ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് അഭിമുഖമായി മരിച്ചതായ ബാലനെയും കൊണ്ട് നൈൻ പട്ടണത്തിലുള്ളവർ പുറത്തേക്ക് വരികയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുകയാണ്, നീ ആയിരിക്കുന്ന പ്രശ്നത്തിന് അഭിമുഖമായി ഇന്ന് കർത്താവ് യേശുവിന്റെ സാന്നിധ്യമുണ്ട്. നിനക്ക് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, മരണകരമായ ഒരു വിഷയത്തിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ, മരണകരമായ ഒരു രോഗത്തിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ, ആത്മഹത്യ ചിന്തയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ, ഭാരത്താലും വേദനത്തിൽ നിരാശയിലുമാണ് നീ ആയിരിക്കുന്നതെങ്കിൽ, കടഭാരത്തിലാണ് ആയിരിക്കുന്നതെങ്കിലും അടുത്ത നിമിഷം എന്ത് ചെയ്യുമെന്നറിയാതെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കുവാൻ കഴിയാതെ വളരെ ഭാരപ്പെട്ട നിരാശനായി ആത്മഹത്യയുടെ പക്കത്താണ് നീ ഇരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം എനിക്കൊരു ദൂത് നിന്നോട് പറയുവാനുണ്ട്. നിനക്ക് അഭിമുഖമായി നീ ആയിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ ശക്തനായ ഒരാൾ ഇന്ന് പകൽക്കാലം നിന്നോട് കൂടെ ഉണ്ട്. അവനത്രേ നസ്രയനായ യേശു.
ഇന്ന് ചിന്തയ്ക്കായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇതാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം മുതൽ ഞാൻ വായിക്കാം. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ചു തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്നത് സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്നു അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു. എന്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. എന്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. ഇന്ന് പകൽക്കാലം ഈ യേശുവിന്റെ വാക്കിൽ ഒരു വിടുതലുണ്ട്, യേശുവിന്റെ നോട്ടത്തിൽ ഒരു വിടുതലുണ്ട്, യേശുവിന്റെ സ്പർശനത്തിൽ ഒരു വിടുതലുണ്ട്. യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ അവിടെ വിടുതലുണ്ട്. യേശുവിന്റെ സാന്നിധ്യം കടന്നു വന്നാൽ അവിടെ വിടുതലുണ്ട്. യേശു തന്റെ ഹൃദയത്തിൽ ചിന്തിച്ചാൽ അവിടെ ഒരു വിടുതലുണ്ട്. ഇത് അറിയാവുന്നതായ സ്ത്രീ, വെളിപ്പാട് ലഭിച്ചവളായ സ്ത്രീ, അവൾ യേശുവിന്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. ഇന്ന് പകൽക്കാലം യേശുവിനെ കുറിച്ച് ഒരു വർത്തമാനം അവൾ കേട്ടപ്പോൾ, യേശു സൗഖ്യമാക്കുന്നവനാണ്, യേശു വിടുവിക്കുന്നവനാണ്, യേശുവിനെ സഹായിക്കുവാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല, യേശുവിനെ വിടുവിക്കാൻ കഴിയാത്തൊരു മേഖലയുമില്ല. യേശു ഏത് വിഷയത്തെയും സൗഖ്യമാക്കുന്നവനാണ്, ഏത് വിഷയത്തെയും വിടുവിക്കുന്നവനാണ്, ഏത് വിഷയത്തിന് മേലും അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് എന്നുള്ളതായ വെളിപ്പാട് അവൾ ഉള്ളിൽ ലഭിച്ചപ്പോൾ അവൾ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും തൊടും. ഞാൻ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ നിന്നും ശക്തി പുറപ്പെടും, എന്റെ ബാധ മാറും, എന്റെ രോഗം മാറും, ഇതുവരെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന രോഗത്തിൽ നിന്ന് എനിക്ക് പൂർണ്ണമായ ഒരു വിടുതൽ കിട്ടും എന്ന് അവൾ ഉള്ളിൽ വിശ്വസിച്ചുകൊണ്ട് ആ ഒരു വെളിപ്പാടോടുകൂടി അവൾ യേശുവിന്റെ അടുക്കിലേക്ക് ഓടുകയാണ്. ഇത് പകൽക്കാലം ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ദൈവ പൈതലെ, നീ രോഗത്താൽ നീ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, എത്രയോ വർഷങ്ങളായി നീ രോഗത്താൽ ഭാരപ്പെടുകയാണെങ്കിൽ, ഡോക്ടർമാർ നിന്നെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ, വൈദ്യശാസ്ത്രം നിന്നെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ, ഇനി ഒരിക്കലും നിനക്ക് ഇതിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകത്തില്ല, ഇതിൽ നിന്ന് ഒരു രക്ഷ നിനക്ക് ഉണ്ടാകത്തില്ല എന്ന് നീ വിചാരിക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ നിന്നോടൊരു ദൂത് പറയട്ടെ. ഈ നസ്രയനായ യേശുവിനെ നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. നീ ആയിരിക്കുന്ന വിഷയത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. നീ ആയിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് നിന്നെ വിടിവിപ്പാൻ, രക്ഷിപ്പാൻ ഈ യേശുവിന് കഴിയും. അവൾ യേശുവിനെ കുറിച്ച് ഒരു വർത്തമാനം കേട്ടപ്പോൾ അവൾ യേശുവിന്റെ അടുക്കിലേക്ക് വളരെ വേഗത്തിൽ ഓടുകയാണ്. അവളുടെ ഉള്ളിൽ അവൾക്കൊരു വെളിപ്പാടുണ്ട്. കഴിഞ്ഞ 12 വർഷമായി ഞാൻ പല വൈദ്യന്മാരടുത്തും പോയി, ഞാൻ പല മരുന്നും മാറി മാറി കഴിച്ചു, എനിക്ക് ഒട്ടും സൗഖ്യം വന്നില്ല. ഞാൻ കൂടുതൽ മരണത്തിലേക്ക് പോകുന്നതല്ലാതെ, എന്റെ രോഗം മൂർച്ഛിക്കുന്നതല്ലാതെ എനിക്ക് ഒരിക്കൽ പോലും വിടുതൽ ഉണ്ടായിട്ടില്ല എന്ന് അവൾ തന്റെ ശരീരത്തിൽ അനുഭവിച്ചറിയുകയാണ്. ഇന്നലകളിൽ വളരെ ഭാരപ്പെട്ട്, വളരെ നിരാശയോടുകൂടി, രക്തസ്രാവത്തോടുകൂടി ആലയത്തിൽ പോലും പോകാൻ കഴിയാതെ, 4 പേരുടെ മുൻപിൽ നിൽക്കാൻ കഴിയാതെ, അപമാനിതയായി, അത് തീണ്ടപ്പെട്ടവളായും അത് വിലക്കപ്പെട്ടവളായി നിന്ന ഒരു പട്ടണത്തിൽ അവളായിരിക്കുമ്പോൾ, തന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം അവളെ സഹായിക്കാൻ വേണ്ടി, അവളെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ആ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. യേശു പട്ടണത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ള വർത്തമാനം കേട്ടപ്പോൾ അവൾ ആ ദൂത് കേട്ടപ്പോൾ, യേശു സൗഖ്യമാക്കുന്നവനാണ്, യേശു വിടുവിക്കുന്നവനാണ്, യേശുവിന് ഏത് രോഗത്തെയും സൗഖ്യമാക്കുവാൻ കഴിയും, യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്, യേശു പാപികൾക്ക് പാപമോചനം കൊടുക്കുന്ന വ്യക്തിയാണ്, യേശു രക്ഷിക്കുന്നവനാണ്, യേശു വീണ്ടെടുക്കുന്നവനാണെന്നുള്ളതായ ദൂത് കേട്ടപ്പോൾ അവൾ യേശുവിന്റെ വാക്കിൽ വിശ്വസിക്കുകയാണ്, യേശുവിനെ കുറിച്ച് പറയുന്ന വാക്കുകളിൽ വിശ്വസിക്കുകയാണ്. അവളുടെ ഉള്ളിൽ ഒരു വെളിപ്പാടുണ്ട്. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടുന്നുണ്ട്, യേശുവിന്റെ വസ്ത്രത്തിൽ നിന്ന് ശക്തി പുറപ്പെടുന്നുണ്ട്, യേശുവിന്റെ കരം വെച്ചാൽ അവിടെ വിടുതലുണ്ട് എന്ന് മനസ്സിലാക്കിയതായ അവൾ വെളിപ്പാടോടുകൂടി അവൾ യേശുവിന്റെ അരികിലേക്ക് ഓടുകയാണ്. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നീ ആയിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ദൈവപുത്രനായ യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തുവിന്റെ അരികിലേക്ക് നീ ഓടുകയാണെങ്കിൽ, ഈ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ച് അവന്റെ മുൻപിൽ നീ മുട്ടുമടക്കുകയാണെങ്കിൽ, നീ അവനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നീ ആയിരിക്കുന്ന വിഷയത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പ്രശ്നത്തിൽ നിന്ന്, ആത്മഹത്യാ ചിന്തയിൽ നിന്ന്, പ്രശ്നത്തിൽ നിന്നെ വിടുവിപ്പാൻ ഈ യേശു മതിയായവനാണ്. ഈ യേശു ഇന്നും ശക്തനാണ്. ഇന്നലകളിൽ ഞാൻ വളരെ ഭാരത്തോടെ ഇരുന്ന വ്യക്തിയാണ്, ആത്മഹത്യ ചിന്തയിലിരുന്ന വ്യക്തിയാണ്, അനേക രോഗങ്ങളാൽ ഭാരപ്പെട്ടിരുന്ന വ്യക്തിയാണ്, അനേക പ്രതികൂലങ്ങളിലൂടെ ഞാൻ കടന്നുപോയ വ്യക്തിയാണ്, അനേക പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നുപോയതാണ്, അനേക സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ ഞാൻ കടന്നുപോവുകയാണ്. ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ നാളുകൾ, ഉറക്കമില്ലാത്ത രാത്രികൾ എനിക്ക് ഒന്നതാണ്. ഭാരത്തോടെ, ഭയത്തോടെ ഞാൻ ജീവിച്ച നാളുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കരമായ ടെൻഷനിൽ അനുഭവപ്പെട്ടിരുന്ന സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ യേശുവിനെ വാസ്തവമായി ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ, ഈ യേശുവിനെ യഥാർത്ഥ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൈക്കൊണ്ട് കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്ഭുതമുണ്ടായി, എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസമുണ്ടായി. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സന്തോഷം ഞാൻ അനുഭവിച്ചു, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനം ഞാൻ അനുഭവിച്ചു, ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത സൗഖ്യം ഞാൻ അനുഭവിക്കാനിടയായിരുന്നു. ഈ യേശു നിങ്ങളെ വിടുവിപ്പാൻ, നിങ്ങളെ സഹായിപ്പാൻ ശക്തനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ അതിശയങ്ങളെ ചെയ്യുവാൻ, അടയാളങ്ങളെ ചെയ്യുവാൻ ഈ യേശു മതിയായവനാണ്. യേശു ഇന്നും ജീവിക്കുന്നവനാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ
അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഈ യേശു മതിയവനാണ്. നമ്മൾ ഈ തിരുവെഴുത്തിൽ വായിച്ചു കേട്ടതുപോലെ ഈ 12 വർഷം രക്തസ്രാവമുള്ളവളായ ഈ സ്ത്രീ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടുകയാണ്. അവൾ പയ്യെ ആരും അറിയാതെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ നിന്നും ശക്തി പുറപ്പെട്ടു. അവളുടെ ശരീരത്തിലേക്ക് അത് പുറപ്പെടുകയാണ്. ക്ഷണത്തിൽ അവളുടെ ബാധ മാറി. അവളെ അതുവരെ കഴിഞ്ഞ 12 വർഷമായി അവളെ അടിമയാക്കി വെച്ചിരുന്ന, അവളെ കീഴ്പ്പെടുത്തി വെച്ചിരുന്ന, അവളെ അയോഗ്യരാക്കി വെച്ചിരുന്നതായ ആ ബാധയിൽ നിന്നും, ആ പൈശാചിക ബന്ധനത്തിൽ നിന്നും അവൾക്ക് പൂർണ്ണമായൊരു വിടുതൽ ക്ഷണത്തിൽ നൽകുകയാണ്. നമ്മുടെ യേശു ക്ഷണത്തിൽ വിടുതൽ നൽകുന്ന കർത്താവാണ്. നമ്മുടെ യേശു ക്ഷണത്തിൽ നമ്മെ സഹായിക്കുന്ന യേശുവാണ്. നമ്മുടെ യേശു ക്ഷണത്തിൽ നമുക്ക് സൗഖ്യം തരുന്ന യേശുവാണ്. അവളുടെ ബാധ മാറിയും അവൾ ശരീരത്തിൽ രക്തസ്രാവം നിന്നു. അവൾക്ക് പൂർണ്ണമായ വിടുതലുണ്ടായി. അതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സമാധാനം അവൾ അനുഭവിക്കുകയാണ്. ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തൊരു സന്തോഷം അവളുടെ ജീവിതത്തിൽ വരികയാണ്. അവൾ സ്വതന്ത്രയായി തീരുകയാണ്. യേശുവിന് മാത്രമേ നിങ്ങൾക്ക് സമാധാനം തരാൻ കഴിയുകയുള്ളൂ. യേശുവിന് മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥമായ സന്തോഷം തരുവാൻ കഴിയുകയുള്ളൂ. യേശുവിന് മാത്രമേ ശരിയായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തരുവാൻ കഴിയുള്ളൂ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ണുകളെ അടച്ച്, നിങ്ങൾ നിലത്ത് മുട്ടുകുത്തി, നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചാൽ, ഈ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചാൽ, ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ, ഈ യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും, വിടുവിപ്പാൻ കഴിയും. അതിനായി നമുക്ക് സമർപ്പിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ അപ്പച്ച, പ്രിയ അമ്മച്ചി, കുഞ്ഞെ, നീ എവിടെയാണോ ആയിരിക്കുന്നത്, നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ ഒന്ന് മുട്ടുമടക്കാം, കണ്ണുകളെ അടയ്ക്കാം, എന്നോടൊപ്പം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് യാചിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എന്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. ഭൂമിയിൽ നിങ്ങൾ 2 പേർ ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിലും നിങ്ങൾ ഒരുമനപ്പെട്ടാൽ നിങ്ങൾക്കതുണ്ടാകും, നിങ്ങൾക്കത് ലഭിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചറിയുവാനായിട്ട് കഴിയും. ഞാൻ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളെ തൊടുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്തൊരു സമാധാനവും സന്തോഷവും ഒരു വിടുതലും ഒരു സൗഖ്യവും നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക. ഓരോ വചനങ്ങളും നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഇപ്പോൾ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദിയോടെ സ്തുതിക്കുന്ന പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഈ സ്ക്രീനിലൂടെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രിയ അപ്പച്ചന് വേണ്ടി, പ്രിയ അമ്മച്ചിക്ക് വേണ്ടി, ഈ പ്രിയ സഹോദരിക്ക് വേണ്ടി, സഹോദരന് വേണ്ടി, കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യം ഇപ്പോൾ അവരായിരിക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ ഇറങ്ങിച്ചെല്ലണമേ. അവരിപ്പോൾ ഭവനത്തിലാണെങ്കിൽ അങ്ങയുടെ സാന്നിധ്യം ആ ഭവനത്തിലേക്ക്, അവരായിരിക്കുന്ന മുറിക്കുള്ളിലേക്ക്, അവരായിരിക്കുന്ന വാഹനത്തിലേക്ക്, അവരായിരിക്കുന്ന ട്രെയിനിലേക്ക്, അവരായിരിക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങിച്ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. യേശുവേ, അങ്ങയുടെ സാന്നിധ്യം ഇപ്പോൾ തന്നെ അവരായിരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങിച്ചെല്ലണമേ. അങ്ങയിൽ നിന്ന് ശക്തി ഇപ്പോൾ തന്നെ പുറപ്പെടണം കർത്താവേ. അവരുടെ രോഗങ്ങളെ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കണം പിതാവേ. ഇപ്പോൾ തന്നെ ഉണർവിൻ്റെ ഒരു അഭിഷേകം അവരുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രാഗിണി എന്ന് പറയുന്നതായ ഒരു സഹോദരിയെ ദൈവാത്മാവിനെ കാണിക്കുകയാണ്. നിന്റെ ചെസ്റ്റിൽ കംപ്ലൈന്റ് ഉള്ളതായി ദൈവാത്മാവ് കാണിക്കുന്നു. നിന്റെ വലത് ചെസ്റ്റിൽ നീ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി OP ടിക്കറ്റ് എടുത്തു. നീ പോയ ഗവൺമെന്റ് ആശുപത്രി ആ ഫ്രണ്ട് ഭാഗം, മേൾ ഭാഗം ഓടിട്ട കെട്ടിടമാണ്. 1, 2, 3, 4 മുറിയാണ് അതിനുള്ളത്. അതൊരു L ഷേപ്പിലാണ് ഇരിക്കുന്നത്. നീ ആ സ്റ്റെപ്പ് വഴി അകത്തേക്ക് കയറി ഇടത് സൈഡിലാണ് OPയിലെ ലേഡി ഡോക്ടർ ഇരിക്കുന്നത്. ഏകദേശം ഒരു 45-50ഓളം വയസ്സ് പ്രായമുള്ള ഒരു ലേഡി ഡോക്ടറാണ് അവിടെ ഇരിക്കുന്നത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നീ ആ തുണ്ടുമായി ആ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിന്റെ ചെസ്റ്റിൽ തൊട്ടതിന് ശേഷം നിന്റെ വേദനയുടെ കാര്യങ്ങൾ നീ പറയുന്നു. നിന്നെ സ്കാൻ ചെയ്യുവാൻ വേണ്ടി തുണ്ട് കുറിച്ച് തരികയാണ്. നീ സ്കാൻ ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം ചെല്ലുന്നു. അതേ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പറയുന്നു, നിന്റെ ഹാർട്ടിന്റെ വാൽവിൽ ബ്ലോക്ക് ഉണ്ടെന്നും ചെറിയ ഹോൾ ഉണ്ട് എന്നും അവർ ടെസ്റ്റ് പേപ്പർ നോക്കിയിട്ട് പറയുകയാണ്. അവരതിനു വേണ്ടിയുള്ള ശസ്ത്രക്രിയയ്ക്കും മറ്റു മരുന്നിനും കാര്യങ്ങൾക്കും വേണ്ടി കുറിച്ച് തരികയാണ്. ഓപ്പറേഷന് സാമ്പത്തിക ചെലവുണ്ടെന്ന് നിന്നോട് പറയുകയാണ്. സഹോദരി, നീ വളരെ ഭാരപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് ദൈവാത്മാവിനെ കാണിക്കുകയാണ്. നീ വീട്ടിലേക്ക് കടന്നു പോകുന്നതായി ദൈവാത്മാവിനെ കാണിക്കുന്നു. പ്രിയ സഹോദരി, രാഗിണി എന്ന് പേര് വിളിക്കുന്ന നീ
ഇന്ന് ഈ സാക്ഷി നീ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, യേശുവിന് നിന്റെ വാൾവിനെ സൗഖ്യമാക്കുവാൻ മനസ്സുണ്ട്, മനസ്സുണ്ട്, മനസ്സുണ്ട്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി പിതാവേ, നന്ദി കർത്താവേ. യേശുവിന് നിന്നെ സൗഖ്യമാക്കുവാൻ മനസ്സുണ്ട്. യേശുവിന് നിന്നെ പൂർണ്ണമായും സൗഖ്യമാക്കുവാൻ മനസ്സുണ്ട്. നിന്റെ ഹാർട്ടിൽ കത്തി വയ്ക്കേണ്ടി വരത്തില്ല. നിന്റെ ശരീരത്തിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരില്ല. ഡോക്ടർ നിന്നെ തൊടത്തില്ല. യേശു നിന്നെ പൂർണ്ണമായി സൗഖ്യമാക്കും. യേശുവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി എപ്രകാരം 12 വർഷം രക്തസ്രാവമുള്ളവളായ സ്ത്രീയുടെ ശരീരത്തിലേക്ക് യേശുവിൽ നിന്ന് ശക്തി എപ്രകാരം പുറപ്പെട്ടുവോ അതുപോലെ നീ ഇപ്പോൾ വിശ്വസിക്കുകയാണെങ്കിൽ നിന്റെ അടുക്കൽ നിൽക്കുന്ന യേശുവിൽ നിന്നും ശക്തി നിന്റെ ഹാർട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയും ആ സൗഖ്യമാക്കുന്ന ശക്തി നിനക്ക് പൂർണ്ണ വിടുതൽ തരും. ഇനി നീ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ നീ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നിന്റെ ആ ഹാർട്ടിലെ വാൾവുകളെല്ലാം നോർമൽ അവസ്ഥയിലായിരിക്കും. നീ വിശ്വസിക്കുന്നു എങ്കിൽ എന്നോടൊപ്പം ഇപ്പോൾ ചേർന്ന് നീ പ്രാർത്ഥിക്കുക. യേശുവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി ഇപ്പോൾ തന്നെ നിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നതായിട്ട് ദൈവാത്മാവിനെ കാണിക്കുകയാണ്. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഹാർട്ടിലെ ഓരോ വാൾവുകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നോർമൽ അവസ്ഥയിലേക്ക് കടന്നു വരട്ടെ. വളരെ വ്യക്തമായി ദൈവാത്മാവിനെ കാണിക്കുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ബാബു എന്നു പേരുള്ള ഒരു സഹോദരനെ ദൈവാത്മാവ് കാണിക്കുകയാണ്. ബാബു, നിനക്ക് 45ഓളം വയസ്സുണ്ട്. വളരെ വ്യക്തമായി ദൈവാത്മാവ് കാണിക്കുകയാണ്. ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവാത്മാവ് കാണിക്കുന്നു. നിനക്ക് 45ഓളം വയസ്സ് പ്രായമുണ്ട്. 45ഓളം വയസ്സ് നിനക്കുണ്ട്. നീ ഓട്ടോ ഡ്രൈവറാണ്. നീ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിന്റെ ശരീരത്തിൽ വിയർപ്പ് വന്ന് ശരീരം തളരുന്നത് പോലെ തോന്നുകയും നിന്റെ തല ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചരിയുകയും നിന്റെ വായിൽ നിന്നും ബ്ലഡ് വരുന്നതായിട്ട് ദൈവാത്മാവിനെ കാണിക്കുകയാണ്. നിന്റെ അസുഖം എന്താണെന്ന് ദൈവാത്മാവിനെ വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ നീ 45 വയസ്സുണ്ട്. നിന്റെ പേര് ബാബു എന്നതാണ്. നീ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ശരീരം വിയർക്കുകയും ശരീരം തളരുന്നൊരവസ്ഥ വരികയും നിന്റെ ശരീരത്തിൽ വായിലൂടെ ബ്ലഡ് വരുന്നതായി ദൈവാത്മാവ് കാണിക്കുകയാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ ഒരു വ്യക്തിയാണെങ്കിൽ, അങ്ങനെ ഉണ്ടായ ഒരു ബാബു എന്ന് പറയുന്ന ഒരു സഹോദരനാണ്, 45ഓളം വയസ്സുള്ള സഹോദരനാണെങ്കിൽ, പ്രിയ സഹോദര, യേശു നിന്നെ കണ്ടിരിക്കുകയാണ്. യേശുവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. യേശുവിന് നിന്നെ സൗഖ്യമാക്കുവാൻ ഒരു പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാലം നീ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഈ ദൂത് നീ ഏറ്റെടുക്കുകയാണെങ്കിൽ, ഈ നിമിഷം നിന്റെ രോഗത്തിന് ഇപ്പോൾ തന്നെ സൗഖ്യം ഉണ്ടാവുകയാണ്. ഇനി മുതൽ നിന്റെ വായിൽ നിന്നും ബ്ലഡ് വരികയില്ല. ഇനി മുതൽ നീ വാഹനം ഓടിക്കുമ്പോൾ നിനക്ക് ക്ഷീണമോ വിയർപ്പോ വരത്തില്ല. ഇനി നിനക്ക് അസുഖങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അസുഖം വരത്തില്ല. നിനക്ക് പൂർണ്ണ വിടുതൽ ഇപ്പോൾ ഉണ്ടാകുമെന്ന് ദൈവാത്മാവ് കൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ മകൻ സൗഖ്യമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടായി തീരട്ടെ. റെബേക്ക എന്ന് പേരുള്ള ഒരു സഹോദരിയെ ദൈവാത്മാവിനെ കാണിക്കുക. റെബേക്ക, നിനക്ക് 18 വയസ്സ് പ്രായമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിനക്ക് 18 വയസ്സ് പ്രായമുണ്ട്. ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ എടുത്ത് കാണിക്കുകയാണ്. ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് റെബേക്ക എന്ന് പേര് വിളിക്കുന്ന 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ദൈവാത്മാവിനെ കാണിക്കുകയാണ്. ഇവിടെ ഈ റെബേക്ക എന്ന് പേരുള്ള 18 വയസ്സുള്ള പെൺകുട്ടി തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ദൈവവേല ചെയ്യുന്ന ഒരു മനുഷ്യനെ ഭർത്താവായി കിട്ടണം എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അവൾക്ക് വന്നിരിക്കുന്ന കല്യാണാലോചന എന്ന് പറയുന്നത് ഒരു ഗൾഫുകാരനുമായിട്ടുള്ള വിവാഹ ബന്ധമാണ്. ഒരു കല്യാണാലോചനയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ദൈവവേല ചെയ്യുന്ന വ്യക്തിയല്ല, അദ്ദേഹം ഒരു വിശ്വാസിയല്ല, എന്നാൽ ക്രിസ്ത്യാനിയാണ്. റെബേക്ക, യേശു നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്. യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. യേശു ഈ കല്യാണം നിനക്ക് നടത്തി തരത്തില്ല. പകരം നീ ആഗ്രഹിക്കുന്നത് പോലെ ദൈവവേല ചെയ്യുന്ന ഒരു വ്യക്തിയെ നിനക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കണ്ടുവച്ചിരിക്കുകയാണ്. നീ വിശ്വസിച്ചു പ്രാർത്ഥിച്ചോ, നിന്റെ ഈ കല്യാണം മാറും. പകരം നീ ആഗ്രഹിക്കുന്നത് പോലെ ദൈവവേല ചെയ്യുന്ന ഒരു വ്യക്തിയുമായ ഒരു വിവാഹം നിനക്ക് ഉണ്ടാകുവാൻ പോകുന്നതായി ദൈവാത്മാവിനെ കാണിക്കുകയാണ്. സിന്ധു എന്ന് പേര് വിളിക്കുന്നതായ ഒരു പെൺകുട്ടിയെ ദൈവാത്മാവിനെ കാണിക്കുകയാണ്. സിന്ധു, നീ തയ്യൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. തയ്ക്കുന്ന ഒരു ജോലിയാണ്. നീ ഒരു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. സിന്ധു,
നീ വിവാഹം കഴിഞ്ഞ് നിനക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഒരു മകനും ഒരു മകളുമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, നിന്റെ ഭർത്താവും തയ്യൽ തൊഴിലാളിയാണ്. നിങ്ങൾ 2 പേരും തയ്യൽ തൊഴിൽ ചെയ്യുന്ന വ്യക്തികളാണ്. നിങ്ങൾ സാമ്പത്തികമായി വളരെ ഭാരപ്പെടുകയാണ്. നിങ്ങളുടെ ആഗ്രഹമെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ടെറസിട്ട വീട് വയ്ക്കണം. ടെറസിട്ട വീട് വയ്ക്കണമെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ ഭാരപ്പെട്ട് നിങ്ങൾ വളരെ നിരാശയിൽ കഴിയുകയാണ്. നിങ്ങൾ തയ്ക്കുന്ന പൈസയെല്ലാം അതിനുവേണ്ടി മാറ്റുന്നുണ്ട്. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാണിയർ വീട് വയ്ക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മാണിയർ വീട് വയ്ക്കുവാനുള്ള സാമ്പത്തിക നന്മ ദൈവം അതിശയകരമായി നിങ്ങൾക്ക് നൽകുവാൻ പോവുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്തിടത്തു നിന്ന് ചില സാമ്പത്തിക ഉറവകളെ ദൈവം നിങ്ങൾക്ക് തുറന്നു തരികയാണ്. ചില പുതിയ വാതിലുകളെ ദൈവത്തിന്റെ ആത്മാവ് തുറന്നു തരുന്നതായി ദൈവാത്മാവിനെ കാണിക്കുകയാണ്. റബൂനി റബൂനി റബൂനി, കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ രോഗികളായി ഭാരപ്പെടുന്നവരെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്യാൻസറുകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമായി പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. ക്യാൻസറിന്റെ അണുക്കൾ ഇപ്പോൾ പൂർണ്ണമായി കരിഞ്ഞു ആ ക്യാൻസറുള്ള ഭാഗം പൂർണ്ണ സൗഖ്യം ഇപ്പോൾ ഉണ്ടായി വരട്ടെ കർത്താവെ. ബ്ലഡ് ക്യാൻസർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ കർത്താവെ. റബൂനി 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 റബൂനി, കർത്താവെ. അസ്ഥിമജ്ജകളിൽ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്ന ചില വ്യക്തികൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവരുടെ മേൽ സൗഖ്യം ഉണ്ടാകട്ടെ. അവരുടെ രോഗങ്ങൾ മാറി സൗഖ്യം ഉണ്ടാകട്ടെ കർത്താവേ. അതെ, ട്യൂമറുമായി മുഴയുമായി ബന്ധപ്പെട്ട ചില വ്യക്തികൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം ഉണ്ടാകട്ടെ. ആ മുഴ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ. മുഴ ഇപ്പോൾ നോർമലാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹീൽ ഉണ്ടാകട്ടെ. റബൂനി റബൂനി. ജ്വരത്താൽ പനിയാൽ ഭാരപ്പെടുന്ന ഒരു സഹോദരൻ ഇപ്പോൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ജ്വരം മാറി, പനി മാറി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ കർത്താവെ. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഇവരുടെ ബ്ലഡിലുള്ളതായ രോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അവരുടെ യൂറിനിൽ ഉള്ളതായ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഷുഗർ ഇപ്പോൾ നോർമൽ അവസ്ഥയിലേക്ക് സൗഖ്യം പ്രാപിച്ചു മടങ്ങി വരട്ടെ. BP കൂടി ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുന്ന ചില വ്യക്തി ജീവിതങ്ങളെ ദൈവാത്മാവ് കാണിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ BP നോർമലായി തീരട്ടെ. പ്രഷർ നോർമലായി തീരട്ടെ. ഷുഗർ നോർമലായി തീരട്ടെ കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അതെ, ആന്തരിക അവയവങ്ങളിൽ വ്യത്യസ്തങ്ങളായ രോഗത്താൽ ഭാരപ്പെടുന്ന ചില വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുകയാണ്. ഇപ്പോൾ ആന്തരിക അവയവങ്ങളിൽ രോഗമുള്ളവർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാതെ മാനസിക ടെൻഷൻ അനുഭവിക്കുന്ന, ഭയം അനുഭവിക്കുന്ന ചില വ്യക്തികളെ ദൈവാത്മാവ് എടുത്തു കാണിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവരുടെ മേൽ വിടുതൽ ഉണ്ടാകട്ടെ. ഇപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചലിക്കട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവരുടെ മേൽ ചലിക്കട്ടെ. സൗഖ്യമാകുന്ന, വിടിവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മേൽ ചലിക്കട്ടെ. ഈ നിമിഷം മുതൽ അത്ഭുതകരമായ ഒരു വ്യത്യാസം ഉണ്ടാകട്ടെ കർത്താവ്. ഉറങ്ങുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ഒരു സഹോദരിയെ ദൈവാത്മാവ് എടുത്ത് കാണിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ ഇന്ന് മുതൽ സുഖമായി ഉറങ്ങും. യേശു നിന്നെ പൂർണ്ണ സൗഖ്യമാക്കും. ഉറങ്ങുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ചില വ്യക്തി ജീവിതങ്ങളെ ദൈവാത്മാവ് കാണിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവിന്റെ വിടുതലിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങുകയാണ്. ഒരു ഡെലിവറൻസ് നിങ്ങളിൽ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ ദുസ്വപ്നങ്ങൾ കാണുന്ന, എഴുന്നേറ്റിരുന്ന് ഞെട്ടിച്ചരിച്ചിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ, ചില കുഞ്ഞുങ്ങളെ ദൈവാത്മാവിനെ കാണിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ വിടുതൽ വരുവാൻ പോവുകയാണ്. വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ഈ നിമിഷം യേശുവിന്റെ നാമത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു വിടുതൽ നിനക്ക് ലഭിക്കുകയാണ്. ലഹ്യൂൻ ബാധിച്ച മനുഷ്യന് വിടുതൽ കൊടുത്ത കർത്താവ് ലഹ്യൂവിന്റെ മേൽ വ്യാപരിച്ച അതേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വ്യാപരിക്കുകയാണ്. പൂർണ്ണ വിടുതൽ ഇവിടെ ഉണ്ടാകുകയാണ്. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ വിടുതൽ ഉണ്ടാകുകയാണ്. റബൂനി റബൂനി റബ്ബി റബ്ബി. ചില വ്യക്തികൾ അഭിഷേകത്തിന് വേണ്ടി എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു അഭിഷേകം നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു ഉണർവ് നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് കരമടിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വരികയാണ്. പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ നിങ്ങളുടെ മേൽ വരികയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വരികയാണ്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞ വചനപ്രകാരം പരിശുദ്ധാത്മാവിനാലും തീയാലുമുള്ള ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ കടന്നു വരികയാണ്. നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നിങ്ങളുടെ മേലേക്ക് പതിയുകയാണ്. ഹല്ലേലൂയ. ഷബൂനി റീബൽ കഷറത്തുനാരി
സാമ്പത്തിക മേഖലയിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ മേൽ ചില പുതിയ സാമ്പത്തിക വാതിലുകൾ ദൈവം തുറന്നു തരികയാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്നവരുടെ മേൽ ചില ജോലിക്ക് വേണ്ടിയുള്ള വാതിലുകൾ ദൈവാത്മാവ് തുറന്നു തരികയാണ്. ചില ഉറവുകളെ തുറന്നു തരികയാണ്. കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അതിന്റെ ഒരു അഭിഷേകം ഇപ്പോൾ തന്നെ പകരുകയാണ്. കൃപാവരങ്ങളുടെ അഭിഷേകം പകരുകയാണ്. റബൂനി റബൂനി റബീനി. എനിക്ക് ആത്മീയമായി വളരണം, മുന്നോട്ട് വളരണം. പക്ഷേ ഭാരപ്പെട്ട് അതിന് കഴിയാതെ ഭാരപ്പെടുത്തിട്ട് ഇരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ ദൈവാത്മാവ് കാണിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, നീ ഭാരപ്പെടണ്ട. ഈ ദിവസങ്ങളിൽ അഭിഷേകം ശക്തിയോടെ നിന്റെ മേൽ വരും. ശത്രുവിന്റെ കോട്ടകളെ തകർത്തുകൊണ്ട് ആത്മാവിൽ വളരുവാൻ, അഭിഷേകത്തിൽ വളരുവാൻ, ദൈവവേലയിൽ മുന്നോട്ട് നീങ്ങുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ്. റബൂനി റബൂനി. ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ ചെയ്യും എന്നറിയാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന ചില സഹോദരന്മാരെ ദൈവാത്മാവിനെ കാണിക്കുകയാണ്. അവർക്ക് കർത്താവിന് വേല ചെയ്യണമെന്നുണ്ട്, പക്ഷെ എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണമെന്ന് അറിയില്ല. ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി ദൂത് പറയുകയാണ്, അഭിഷേകം നിങ്ങളുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വരുമ്പോൾ, അവന്റെ അഭിഷേകം തന്നെ, അവന്റെ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളെ കൊണ്ടുപോയി അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നിങ്ങളിലൂടെ ചെയ്തെടുക്കും. നിങ്ങൾ എങ്ങനെ വചനം പറയണമോ അങ്ങനെ വചനം പറയുവാൻ തക്കോണം നിങ്ങളുടെ നാവോടുകൂടെ ഇരിക്കും. നിങ്ങളുടെ നാവിലൊരു അഭിഷേകം പകരും. നിങ്ങളുടെ വായിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. നിങ്ങൾ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ശക്തിയോടെ നീ എന്നെ ഉപയോഗിക്കണം, നിന്റെ അഭിഷേകം എന്നെ ഉപയോഗിക്കണം, അതിശയകരമായി ഉപയോഗിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തിയോടെ അഭിഷേകം നിങ്ങളുടെ മേൽ വരികയും നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം നിങ്ങളെ കർത്താവിന്റെ ഒരു സാക്ഷിയാക്കി മാറ്റുകയും ചെയ്യും. ഈ ദിവസങ്ങളിൽ വലിയ ഉണർവ് നിങ്ങളിലൂടെ ചെയ്യും. ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മർക്കോസിന്റെ മാളിക മുറിയിൽ, സെഹ്യോൻ മാളിക മുറിയിൽ ഇറങ്ങിയ അതേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, അതേ ഉണർവിന്റെ കാറ്റ് ഇന്ന് പകൽക്കാലം ഈ ഭവനങ്ങളിൽ ഈ വ്യക്തിയുടെ മേൽ അടിക്കട്ടെ. അപ്പ ഈ വ്യക്തിയുടെ മേൽ വലിയ വിടുതൽ ഉണ്ടായി വരട്ടെ. കർത്താവേ, അങ്ങയുടെ കരമത് ചെയ്തതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.